നോർത്ത് പറവൂർ കച്ചേരിപ്പടി സെന്റ് ജെർമെയിൻസ് പള്ളി ക്രിസ്തുരാജ കുടുംബ യൂണിറ്റ് വാർഷികം ആന്റണി പടയാട്ടിയുടെ വസതി അങ്കണത്തിൽ വെച്ച് നടന്നു. വിശുദ്ധ കുർബാനയെ തുടർന്ന് നടന്ന വാർഷിക സമ്മേളനം വികാരി ഫാദർ ജെറി ഞാളിയത്ത് ഉദ്ഘാടനം ചെയ്തു. കുടുംബ യൂണിറ്റ് ഭംഗിയായിട്ട് നടന്നു പോകണമെന്നുണ്ടെങ്കിൽ കുടുംബങ്ങൾ നന്നായിരിക്കണം. ഒരു കുടുംബം എപ്പോഴാണ് ഏറ്റവും നന്നായി, അല്ലെങ്കിൽ ആ കുടുംബം എങ്ങനെയായിരിക്കണമോ ഒരു കുടുംബം അതുപോലെ ആയിത്തീരുന്നത് എന്ന് ചോദിച്ചാൽ, എനിക്ക് തോന്നുന്നു പല ഡെഫിനിഷൻസ് അല്ലെങ്കിൽ പല സവിശേഷതകളൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കുടുംബത്തിൽ പ്രായമായ മാതാപിതാക്കൾ അല്ലെങ്കിൽ അപ്പാപ്പനോ അമ്മാമ്മയോ ഉണ്ടെങ്കിൽ, അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരോട് കുടുംബാംഗങ്ങൾ എങ്ങനെ പെരുമാറുന്നു, അവരെ ഏത് മനോഭാവത്തോടു കൂടി അവർക്ക് ശുശ്രൂഷ ചെയ്യുന്നു എന്നുള്ളതാണ് ആ കുടുംബം എത്ര കണ്ട് ദൈവഹിതത്തിന് അനുയോജ്യമായ ഫലം പുറപ്പെടുവിക്കുന്ന, മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറുന്ന ഒരു കുടുംബമായിട്ട് മാറുന്നപ്പോഴാണ്. പ്രസിഡന്റ് വർഗീസ് കാച്ചപ്പള്ളി അധ്യക്ഷനായി. ആകണമെന്നില്ല, എല്ലാവരുടെയും അഭിപ്രായങ്ങളും അംഗീകരിച്ച് ഒരു കുടക്കീഴിൽ, അതായത് യേശുനാഥൻ്റെ കീഴിൽ എളിമയും സ്നേഹത്തിലും ഐക്യത്തിലും കുടുംബ യൂണിറ്റുകളെ നവീകരിക്കുമ്പോഴാണ് യൂണിറ്റുകൾ ഇമ്പമുള്ളതായി തീരുന്നത്. യൂണിറ്റുകളെ എല്ലാ അംഗങ്ങളും എത്തിച്ചേരുവാനും ഒരുമിച്ച് മുന്നേറുവാനും സാധിക്കുന്നത്. ലക്ഷ്മി കോളേജ് ഡയറക്ടർ ജോസ് മഴുവഞ്ചേരി മുഖ്യപ്രഭാഷണം നടത്തി. ഇന്ന് ഇങ്ങനെയുള്ള യൂണിറ്റുകളിൽ നമുക്ക് എന്തെങ്കിലും കിട്ടേണ്ടതായിരിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത്, നമ്മൾ കുറച്ചുകൂടി വിശുദ്ധമായിട്ട് ജീവിക്കുക. പ്രത്യക്ഷീകരണത്തിൻ്റെതായിരിക്കുന്ന തിരുനാളാണ് നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ധനഹ തിരുനാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ക്രിസ്തുവിനെ കുറച്ചുകൂടി പ്രത്യക്ഷവൽക്കരിക്കുക. അതാണ് നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചടങ്ങ്. നമ്മുടേതായിരിക്കുന്ന വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ചിന്തകളും നമ്മുടെ പെരുമാറ്റവും നമ്മുടെ വികാരവും ബാക്കിയുള്ളവർക്ക് മാതൃകയാവുക. ഞാൻ ഇടവക വൈസ് ചെയർമാൻ ഡേവിസ് പടയാട്ടി, SD കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ മരിയ ജോൺ, ട്രസ്റ്റിമാരായ ജോസഫ് കാച്ചപ്പള്ളി, കുരുവിള മാഞ്ഞുരാൻ, സിനി ജിജു മണ്ണകത്ത്, സിജോ കൂട്ടാല, അനൂപ് ആന്റണി, മേരി മാഞ്ഞുരാൻ, സ്വീറ്റി മനോജ് എന്നിവർ സംസാരിച്ചു. ജോസഫ് പാലാട്ടി, ഏലിയ ജോസഫ്, എലിസബത്ത് മൂലൻ, മരിയ ജോസഫ് പടയാട്ടി, മേരി ജോയി പടയാട്ടി എന്നിവരെ ആദരിച്ചു. കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.